ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. രാവിലത്തെ ക്ലിപ്സൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാനൊരു 10-11 മണിയായപ്പോഴാണ് ഒന്ന് ഓർത്തത് ഒന്ന് അത്യാവശ്യം ഒരു അടിപൊളിയായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. പിന്നെ എൻ്റെ ഡെയിലി ആയിട്ടുള്ള പണികളും എല്ലാം ചെയ്തു കേട്ടോ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നേരത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രൈപോഡ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അത്യാവശ്യം ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. ഇവിടുത്തെ ക്ലോക്ക് അടിച്ചു പോയാച്ച്, അതുകൊണ്ട് തന്നെ സമയമൊന്നും കറക്റ്റ് അറിയാൻ പാടില്ല. പിന്നെ ടേബിളിലൊക്കെ കിടന്ന് അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന സാധനങ്ങളെല്ലാം അതിൻ്റെ സ്ഥലത്ത് വെച്ചു. പിന്നെ നമ്മൾ അയൺ ചെയ്യുന്ന റൂമിലാണെങ്കിൽ കേബിളൊക്കെ പോയി കിടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അയൺ ചെയ്യുന്നപ്പോൾ സെക്കൻഡ് കിച്ചണിലാണ്. അതൊക്കെ ഞാൻ എടുത്തു വെക്കുമായിരുന്നു. പിന്നെ ഇന്നത്തെ എൻ്റെ പരിപാടിയാണ് ജഗ്ഗൊക്കെ ഫില്ല് ചെയ്ത് വെക്കൽ, വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യൽ. ജഗ്ഗ് ഫില്ല് ചെയ്യണത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യണം എനിക്ക് മാത്രം കേട്ടോ. അത് ഇന്ന് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന സംഭവം കേട്ടോ. ഡെയിലി റുട്ടീൻ എന്നൊക്കെ പറയാലോ. ചൂടാക്കിയ വെള്ളമൊന്നുമല്ല കേട്ടോ, സാധാരണ നോർമൽ വാട്ടറാണ്. സാധാരണ 1 ലിറ്ററിൻ്റെ ബോട്ടിലില്ലേ, ആ ഒരു ബോട്ടിലാണ് ഫില്ല് ചെയ്യണേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി ഗാർഡനിങ് ഒക്കെ ചെയ്തു. ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു. ആ സമയമൊക്കെ ആയപ്പോഴേക്കും 10-11 മണിയായിട്ടോ. ഈ വർഷം ഒരുപാട് പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ അത്രയ്ക്കങ്ങ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഈ വർഷം. എന്നാൽ കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ല രീതിക്ക് പൂവുണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാകുമായിരിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അത്യാവശ്യമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഓരോ തണ്ടൊക്കെ ആയിട്ട് നട്ട് വെച്ചിട്ടുണ്ട്. ഈ 10 മണിച്ചെടി നമ്മുടെ വീട്ടിൽ പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പിക്കൊക്കെ നമ്മുടെ ഫോണിലുണ്ടായിരുന്നു. അതൊക്കെ പോയോന്നും അറിയാൻ പാടില്ല. പിന്നെ ഇതൊരു ചീരയാട്ടോ, ഏതൊരു ടൈപ്പ് ചീരയാണ്, പക്ഷെ നല്ല ഭംഗിയായിട്ട് ഇതോടെ നിറച്ചുണ്ടായി കിടക്കണതാണ്. പിന്നെ ഇത് നമ്മുടെ റംബൂട്ടാൻ പൂത്താണ്. റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മാത്രമാണ് ഏറ്റവും ലേറ്റായിട്ട് റംബൂട്ടാൻ പൂക്കുന്നത്. എന്താണെന്നറിയില്ല. അന്ന് നല്ല കായൊന്നും ഇതിനകത്ത് ഉണ്ടാവാനായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇത് അബിയുവാലോ. അബിയു ഒരു വെറൈറ്റി ആട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് സാധാരണ ഇതിൻ്റെ സീസണിൽ മാത്രം ഉണ്ടാവണേ. ഇതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടായതാണ്. 3 എണ്ണം കേട്ടോ. ഈ ടൈമിൽ ഉണ്ടാവണ റെയറായിട്ടാന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞു കേട്ടത്. പിന്നെ ഈ ഡയറി മിൽക്ക് എന്താ കാണിക്കണേന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ഉമ്മച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ April 15 ആയിരുന്നു. അപ്പോൾ പറ്റുന്നവരൊക്കെ വിഷ് ചെയ്ത് തരാം കേട്ടോ. എന്തായാലും ലേറ്റായിപ്പോയി. പിന്നെ ഈ സ്നാക്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നെയ്ബർ വിഷു സ്പെഷ്യലായിട്ട് തന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ മേടിച്ചാട്ടോ. ഡയറി മിൽക്ക് അവൻ ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷേ എനിക്കായിട്ട് ഞാനായിട്ടൊന്നും കൊടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു 2 ആപ്പിൾ വെച്ച് ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കി. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കാര്യം. പക്ഷെ നമ്മുടെ അതിൻ്റെ പൗഡർ കുറവ് കാരണം ലൂസായിട്ടുള്ള ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഒരാപ്പിളും കൊണ്ടാണ് നമ്മളിത് ചെയ്തത്. വേറെ ഫ്രൂട്ട്സ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഗുവാവയുണ്ട് നമ്മുടെ വീട്ടിൽ, അത് നിറച്ച് പുഴുവായിട്ട് കിടക്കും കേട്ടോ. പിന്നെ ഞാനൊരു 5:30-5:45 ആയപ്പോഴേക്കും പുറത്തോട്ട് ഇറങ്ങി. കുറച്ച് നേരം ഉറക്കമൊക്കെ പാസ്സാക്കി അതിനുശേഷമാണ് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ല കൂളായിട്ട് സൺസെറ്റൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ പേരയ്ക്കൊക്കെ അത്യാവശ്യം ഉണ്ടായി കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല നിറച്ച് പുഴുവാണ്, അതുകൊണ്ട് തിരിഞ്ഞു നോക്കാറില്ല ആരും. അന്നാ ഒത്തിരി ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ ഈ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ചനെ അവളെ താഴെ നിന്ന് വിളിച്ചപ്പോഴേക്കും അവൾ മുകളിൽ കയറി വന്നതാണ്. നമ്മൾ വീട്ടിൽ ആരും മുകളിൽ കയറിയാലും അവൾ ഫസ്റ്റ് ചാടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ കയറിയപ്പോൾ അവൾ കണ്ടില്ല. അപ്പം ഞാൻ എവിടെയാണെന്നോർത്ത് വിളിച്ചപ്പോഴാണ് ഓടി വന്നാണ്. കറക്റ്റ് വഴിയൊക്കെ അറിയാം കേട്ടോ. പിന്നെ ഒരു തിരിഞ്ഞു മറിഞ്ഞ ചാടലൊക്കെ പാസ്സാക്കി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പേടിച്ച് ഒറ്റ ഓട്ടം കൊടുത്തു കേട്ടോ. എന്താണെന്നറിയില്ല, അവളൊന്ന് ഫേമസ് ആയാലോ എന്ന് വിചാരിച്ചായിരിക്കാം. അങ്ങനെ ഫേമസ് ആവണ്ടെന്ന് ചിന്തിച്ചായിരിക്കും ഓടിയത്. കുഴപ്പമില്ലായിരുന്നു. ഞാൻ പിന്നെ കൂളാക്കി എടുത്തു കേട്ടോ. നമ്മുടെ നെയ്ബറിനും ഒരു ഡോഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവള്. ഈ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.